അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അൽഹംദുലില്ലാഹ്. ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് വെരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം പറയാൻ പോകട്ടോ. അള്ളാഹുവിൻ്റെ കലാം വിശുദ്ധ ഖുർആൻ്റെ ലാംഗ്വേജിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞല്ലോ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഖുർആൻ്റെ ഒരു ലിംഗ്വിസ്റ്റിക് മിറാക്കിളിനെ കുറിച്ചാണ്. അത് ഖുർആൻ്റെ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ടാണ്. ഇത് പറയുമ്പോൾ നമുക്ക് ഏറ്റവും പരിചയമുള്ള ഒരു സൂറയും ഒരായത്തും എക്സാമ്പിളായിട്ട് നമുക്ക് ഇതൊന്ന് പരിചയപ്പെടാം. ആദ്യമായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഓതുന്ന സൂറയാണ് സൂറത്തുൽ ഫാത്തിഹ. ഒരു ദിവസം എത്ര സമയം നമ്മൾ ഓതാറുണ്ട്? പക്ഷെ ശരിക്കും ഈ സ്ട്രക്ചർ മനസ്സിലാക്കി നമ്മൾ ഓതുമ്പോൾ അത് നമുക്കൊരു വല്ലാത്തൊരു ഫീലായി മാറും. എനിക്ക് തോന്നിയത് നമ്മൾ നിസ്കരിക്കാൻ കുറച്ചും കൂടി ഖുശൂ കിട്ടാനും അത് ഹെൽപ്പ് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഫാത്തിഹ അതിന് ഡിഫറെൻറ്റ് സെൻറ്റൻസുകളാക്കി ഒന്ന് തിരിച്ചാലോ. ഫസ്റ്റ് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം. എല്ലാവർക്കും അർത്ഥം അറിയാലോ. അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ തുടങ്ങാണ്. റഹ്മാൻ റഹീം അല്ല, അള്ളാൻ്റെ രണ്ട് പേരുകൾ പറഞ്ഞല്ലോ. ഇത് സൂറത്തുൽ ഫാത്തിഹ. ചില ഡിസ്കഷൻ ഉണ്ട് കേട്ടോ, ഇത് ഫാത്തിഹയുടെ ഭാഗമാണല്ലോ, നമ്മൾ ആ ഡിസ്കഷനിൽ പോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ പിന്നെ പറയുന്നത് ബിസ്മി കഴിഞ്ഞതിന് ശേഷം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അള്ളാഹുവിന് സ്തുതി പറയാണ്. ആരെക്കുറിച്ചാണ് പറയുന്നത്? അള്ളാഹുവിനെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ പറയുന്നത് അർ റഹ്മാൻ റഹീം, അതാരെക്കുറിച്ചാണ് പറയുന്നത്? അള്ളാഹു, അവൻ റഹ്മാൻ റഹീമാണ്. പിന്നെ മൂന്നാമത്തെ പറയുന്നതിനെ കുറിച്ചാണ് മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിനോടൊപ്പൻ. അത് ആരെക്കുറിച്ചാണ് പറയുന്നത്? മാസ്റ്റർ ഓഫ് ഡേ ഓഫ് ജഡ്ജ്മെൻറ്റ്. ആരെക്കുറിച്ചാണ് പറയുന്നത്? അള്ളാഹുവിനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ സൂറത്തുൽ ഫാത്തിഹയുടെ ബിസ്മി കഴിഞ്ഞുള്ള ഫസ്റ്റ് 3 ആയ ഈസ് ടോക്കിംഗ് അബൌട്ട് അള്ളാഹ്. അള്ളാഹുവിനെ കുറിച്ചാണ് പറയുന്നത്. അതെല്ലാവർക്കും ക്ലിയർ ആണല്ലോ. ശരിക്കും ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ ആയിട്ടാണ് അടുത്ത ആയത്ത് വരുന്നത്. നമ്മൾ അള്ളാഹിനെ കുറിച്ച് ഇങ്ങനെ പറയാണല്ലോ, അള്ളാഹ് ഭയങ്കര സംഭവമാണ് അല്ലേ, അള്ളാഹു റഹ്മാൻ റഹീമാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് എന്തായിരിക്കും? നമ്മളത് മൈൻഡ്ഫുൾ ആയിട്ട് പറയുന്നതെങ്കിൽ ഇയ്യാക നഅ്ബുദു, അള്ളാഹുവേ നീ ഇത്രയും വലിയൊരു മാസ്റ്ററാണ്, ഇത്രയും റഹ്മാൻ റഹീമാണ്, അതുകൊണ്ട് നിന്നെ മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ കംപ്ലീറ്റ് നിനക്ക് സബ്മിറ്റ് ചെയ്യുന്നു. ഇത് ശരിക്കും ഒന്നാമത്തെ പാട്ടിൻ്റെ ഒരു കൺക്ലൂഷൻ ആട്ടോ. ഇനി അടുത്ത പാട്ട് തുടങ്ങുന്നത് ഇയ്യാക നസ്തഈൻ, അതുകൊണ്ട് ഐ നീഡ് യുവർ ഹെൽപ്പ്, അള്ളാഹുവേ ഞാൻ നിന്നോട് സഹായം ചോദിക്കുന്നു. ഇത് അടുത്ത ഭാഗത്തിന് ഇൻട്രൊഡക്ഷൻ ആണ്. ഓക്കെ, മിഡിൽ ഇങ്ങനെ കഴിഞ്ഞു, മിഡിൽ ആയ ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ. അടുത്ത 3 സെന്റൻസ് നോക്കി നോക്ക്. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, അള്ളാഹു ഞങ്ങളെ നേർമാർഗത്തിൽ നയിക്കണം. ഫസ്റ്റ് ബിസ്മി കഴിഞ്ഞ ശേഷമുള്ള ഫസ്റ്റ് 3 ആയ ഈസ് ടോക്കിംഗ് അബൌട്ട് അള്ളാഹ്, അള്ളാഹിനെ കുറിച്ച് പറയാണ്. മിഡില് അതിൻ്റെ കൺക്ലൂഷനും അടുത്ത പാട്ടിൻ്റെ തുടക്കമാണ്. എന്നിട്ട് നമ്മൾ പറയുന്നത് നമ്മളെ കുറിച്ചാണ്, നമ്മുടെ നീഡാണ്. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, ഏറ്റവും വലിയ നീടെന്നാ അള്ളാഹു ഞങ്ങളെ നേരായ പാതയിൽ നയിക്കണം, സ്ട്രെയിറ്റ് പാത്തിൽ നയിക്കണം. എങ്ങനെയുള്ള വഴി? സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ മാർഗം. പിന്നെന്താ പറയുന്നത്? ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാലിൻ, നിന്റെ കോപത്തിനിരയായവരുടേതോ വഴിപിഴച്ചവരുടെയോ മാർഗമല്ല. അപ്പോൾ അടുത്ത 3 സെന്റൻസ് എന്തിനെ കുറിച്ചാണ് പറയുന്നത്? നമ്മുടെ ആവശ്യം അല്ലേ. ഒന്ന് ആലോചിക്കട്ടോ, നമ്മളിങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ ആ പിക്ചർ ഒന്ന് മനസ്സിൽ സങ്കല്പിച്ച് നോക്ക്. അത് നിങ്ങൾ ആ സൂറത്തെടുത്ത് മുമ്പിൽ വെച്ച് നോക്ക്. ഫാത്തിഹ ബിസ്മിൽ കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് 3 ആയ ആദ്യത്തെ 3 ആയത്ത് അള്ളാഹുവിനെ കുറിച്ച് പറയുന്നു. ഓക്കെ, അള്ളാഹുവിനെ കുറിച്ച് പറയുന്നു. അതിൻ്റെ കൺക്ലൂഷനായിട്ട് ഇയ്യാക നഅ്ബുദു, വാട്ട് വി വാണ്ട് ടു ഗിവ് അള്ളാഹ്, നമ്മൾ അള്ളാഹുവിന് എന്താ കൊടുക്കുന്നത്? സ്ലേവറി, കംപ്ലീറ്റ് സബ്മിഷൻ അല്ലേ. അടുത്ത ആയത്ത് നെക്സ്റ്റ് പാട്ടിൻ്റെ തുടക്കമാണ്. അപ്പോൾ ഇയ്യാക നസ്തഈൻ, വാട്ട് വി വാണ്ട് ഫ്രം അള്ളാഹ്, അള്ളാഹിൻ്റെ ഹെൽപ്പ് വേണം. ആ ഹെൽപ്പ് എന്താണ്? അടുത്ത 3 സെന്റൻസ് പറയുകയാണെന്ന് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ അല്ലേ. അപ്പോൾ നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്ക്, ഈ സ്ട്രക്ചർ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടല്ലേ അള്ളാഹു സുബ്ഹാനഹു വ തആല സെറ്റ് ചെയ്തത്. ഇതിൽ വേറൊരു സംഗതി ഉണ്ട് കേട്ടോ, നമ്മൾ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ കൈകെട്ടി ബിസ്മിയിൽ തുടങ്ങുമ്പോൾ നമ്മൾ അള്ളാഹിനെ കുറിച്ച് ഹി എന്നാണ് പറയുന്നത് അല്ലേ. അവൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർ റഹ്മാൻ റഹീം. പക്ഷേ നമ്മൾ മെല്ലെ മെല്ലെ അള്ളാഹുവിനെ അറിയാണ്. ശരിക്കും അള്ളാഹുവിനെ അറിയുമ്പോൾ നമ്മൾ എന്തായി മാറുന്നു? ഒരു ക്ലോസ് റിലേഷനിലേക്ക് പോകുന്നു. പക്ഷെ എനിക്ക് നിന്നെ മാത്രമേ ഇബാദത്ത് ചെയ്യാനുള്ളൂ,
നീ ഇത്രയും വലിയവനാണെങ്കിൽ നിന്റെ സഹായമില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? യു എന്നൊരു പെർസ്പെക്റ്റീവിലേക്ക് വരുന്നു, ഭയങ്കര ക്ലോസ് റിലേഷനിലേക്ക് വരികയാണ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു? അള്ളാഹുവിനോട് ആ ധൈര്യത്തോടെ നമ്മൾ ചോദിക്കുകയാണ് അല്ലേ. അടുത്ത 3 സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ 2 ആയത്തിൽ 3 സെൻറ്റൻസ് ഉൾപ്പെടാണ്. ഡിഫറൻസ് ഫാത്തിഹയുടെ അർത്ഥത്തെക്കുറിച്ചും ആശയലോകത്തെക്കുറിച്ചും നമ്മൾ കുറേ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ശരിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിൻ്റെ സ്ട്രക്ചറിനെ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് സെറ്റ് ചെയ്ത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഈ ഖുർആൻ്റെ ഒരു മനോഹാരിത, അതിനൊരു മിറാക്കിൾ നമുക്ക് കറക്റ്റ് മനസ്സിലാവും. ഇനി വേറൊരു എക്സാമ്പിൾ പറയാം. വേറൊരു എക്സാമ്പിൾ, നമുക്ക് ഏറ്റവും പരിചയമുള്ള ഒരായത്ത് ഫാത്തിഹ കഴിഞ്ഞ് മുമ്പോട്ട് പോകുമ്പോൾ ഏതായിരിക്കും? ആയത്തുൽ കുർസി അല്ലേ. ഖുർആനിൽ ഏറ്റവും ബ്യൂട്ടിഫുള്ളായ അള്ളാഹുവിനെ കുറിച്ച് പറയുന്നൊരു ആയത്താണത്. ആയത്തുൽ കുർസിയും ഈ അർത്ഥത്തിൽ ഭയങ്കര രസകരമായൊരു സ്ട്രക്ചറിൽ അള്ളാഹു സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്താ ആയത്തുൽ കുർസിയിൽ പറയുന്നത്? നമുക്ക് ആയത്തുൽ കുർസിനെ 9 സെൻറ്റൻസസ് ആക്കി ഡിവൈഡ് ചെയ്യാം. എത്ര സെൻറ്റൻസ് ആണ്? 9 സെൻറ്റൻസുകളായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം ആയത്തുൽ കുർസി. ഏതൊക്കെയാണ് 9 സെൻറ്റൻസ്? ഒന്ന് എൻ്റെ കൂടെ ഓദിക്കോ, അപ്പോൾ മനസ്സിലാവും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ഫസ്റ്റ് സെൻറ്റൻസ്, ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. 9 സെൻറ്റൻസ് അല്ലേ? കറക്റ്റ് അല്ലത്? നിങ്ങൾ ഖുർആനിൽ നോക്കി നോക്ക്, 9 സെൻറ്റൻസ് നമുക്ക് കറക്റ്റ് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതിലെന്താ മിറാക്കിൾ? ഇത് ശരിക്കും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അതായത് ഖുർആനിൽ നോക്കണം കേട്ടോ എല്ലാവരും. ഫസ്റ്റ് പറയുന്നത് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ഫസ്റ്റ് ആയ ആരെക്കുറിച്ചാണ് പറയുന്നത്? അള്ളാഹുവിൻ്റെ 2 നാമങ്ങൾ പറയുന്നതാണ് ഫസ്റ്റ് ആയ അല്ലേ. ഏതൊക്കെ നാമങ്ങളാണ്? അൽ ഹൈ, അൽ ഖയ്യൂം. ഫസ്റ്റ് സെൻറ്റൻസ് കേട്ടോ, ഈ ഒറ്റ സൂറയിലെ ഒറ്റ ആയത്തിലെ ഫസ്റ്റ് സെൻറ്റൻസ് അൽ ഹൈ അൽ ഖയ്യൂം. ഇത് 1ാമത്തെ സെൻറ്റൻസിൽ അങ്ങനെ പറയാം. ഇനി 9ാമത്തെ സെൻറ്റൻസ് നോക്കി നോക്ക്, വഹുവൽ അലിയുൽ അദീം. അള്ളാഹു അൽ അലിയാണ്, അൽ അദീമാണ്. അപ്പോൾ അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മറ്റ് 2 പേരുകൾ പറയാണ് അല്ലെ. അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട 2 പേരുകൾ പറയാണ്, ശരിയല്ലേ? അപ്പോൾ ആദ്യത്തെ ആയത്തിലും 9ാമത്തെ ആയത്തിലും അള്ളാഹുവിൻ്റെ 2 നാമങ്ങൾ പറയാണ്. ഓക്കെ, അർത്ഥം നിങ്ങൾ പരിശോധിക്കട്ടോ. ഇനി അടുത്തത് ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം. അള്ളാഹു അൽ ഹയ്യുൽ ഖയ്യൂം എന്നൊന്ന് ജീവിച്ചിരിക്കുന്നവനും എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്നവനാണ് പറഞ്ഞല്ലോ. നിന്റെ അള്ളാഹുവിനെ കുറിച്ച് പറയാൻ എന്താ? ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം. അള്ളാഹുവിനെ ഉറക്കവും ബാധിക്കൂല. അതേപോലെ തന്നെ സിനത്ത് തന്നെ ഡ്രോസിനസ്, ഈ തൂക്കി ഉറക്കണ്ടല്ലോ, ഇങ്ങനെ ഭയങ്കര ടയർഡായിട്ട്, അതും ബാധിക്കൂല. അപ്പം എന്ന് പറഞ്ഞാൽ അള്ളാഹു എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്ന ആളാണല്ലോ, എന്നും ജീവിച്ചിരിക്കുന്ന ആളാണല്ലോ. പക്ഷേ അള്ളാഹ്ക്ക് ഉറക്കമൊന്നുമില്ല. നമ്മളിങ്ങനെ എല്ലാവരെയും കൺട്രോൾ ചെയ്യുന്ന, ഫോർ എക്സാമ്പിൾ എല്ലാം ഇങ്ങനെ നോക്കി സെക്യൂരിറ്റി നിൽക്കുന്ന ആളുകൾക്കുണ്ടാവും. അവരിങ്ങനെ കാണും രാത്രി ഇങ്ങനെ തൂങ്ങി ഉറങ്ങുന്നതാണ് അല്ലേ. നമുക്ക് ഇങ്ങനെ റോഡിലൊക്കെ പോകുന്ന കാഴ്ച കാണാൻ പറ്റും. പക്ഷെ അള്ളാഹുവിനെ എത്ര കൺട്രോൾ ചെയ്യുന്നതാണെങ്കിൽ, അള്ളാഹു എത്ര വലിയ പ്രപഞ്ചത്തെ കൺട്രോൾ ചെയ്യുന്നെങ്കിലും അള്ളാഹുവിനെ സിനത്ത്, ഫസ്റ്റ് പറഞ്ഞ ഡ്രോസിനസ്, തൂക്കി ഉറക്കില്ല കേട്ടോ. പിന്നെ ക്ഷീണമുണ്ടോ? ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോ? അതും ഇല്ല കേട്ടോ. വേറൊരു അർത്ഥം പറയുന്നത് വെച്ചാൽ ആദ്യം തൂക്കി ഉറക്കല്ല വരിക, പിന്നല്ല ഉറക്കം വരിക. അതുകൊണ്ടാണ് സിനത്ത് നൗം എന്ന് പറയുന്നത് വേറെ അഭിപ്രായമുണ്ട്. അപ്പോൾ 2ാമത്തെ സെൻറ്റൻസ് അള്ളാഹുവിനെ കുറിച്ച്, നാമങ്ങളെ കുറിച്ച് പറഞ്ഞൊരു കണ്ടിന്യൂഷനാണ്. അള്ളാഹുവിന് എല്ലാത്തിനും കഴിയും, ഒരു കുറവുമില്ല. നിങ്ങൾ 8ാമത്തെ സെൻറ്റൻസ് നോക്ക്, വലാ യഊദുഹു ഹിഫ്ളുഹുമാ. ആകാശഭൂമികളെ സംരക്ഷിക്കുക എന്നുള്ളത് അള്ളാഹുവിനെ ടയേർഡാക്കൂല. അള്ളാഹുവിന് അങ്ങനെ ഒരു കുറവില്ല. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്ക്, 2ാമത്തെ സെൻറ്റൻസും 8ാമത്തെ സെൻറ്റൻസും ശരിക്കും സിമിലർ ആയിട്ടുള്ള, സാമ്യതയുള്ള
അള്ളാഹുവിന് ഒരു പരിമിതികളും കുറവും ഇല്ല, ഒരു ടയർഡ്നെസ്സും ഇല്ല എന്നതല്ലേ പറയുന്നത്? ഒന്ന് കണക്ട് ചെയ്യാൻ നോക്കി നോക്ക്. ഇനി നമുക്ക് മൂന്നാം സെൻറ്റൻസ് നോക്കാം. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ഇത് ശരിക്കും ആ നാമങ്ങളിൽ തന്നെ ക്ലിയർ ആയിട്ടുണ്ട്, അല്ലെ? ഓരോ പദങ്ങളിലും ക്ലിയർ ആയിട്ടുണ്ട്. അള്ളാഹുവിനാണ് മാ എന്ന് വെച്ചാൽ തിങ്സ്, ആകാശങ്ങളിൽ എല്ലാ വസ്തുക്കളുടെയും അധികാരമാർക്കാണ് അള്ളാഹുവിനാണ്. മാ എന്ന് പറയുന്നത് തിങ്സിനെ കുറിച്ചാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹു മാലിക്കാണ്, ഓണറാണ്, അല്ലേ? എല്ലാത്തിൻ്റെയും ഓണറാണെന്ത്? അള്ളാഹു സുബ്ഹാനഹു വ തആല. ഇനി നിങ്ങൾ പുറകിലേക്ക് നോക്കിയിട്ട് 7-ാമത്തെ ആയത്ത് നോക്കി നോക്ക്. അവസാനത്തിൽ 7-ാമത്തെ ആയത്ത് നോക്ക്, 7-ാമത്തെ സെൻറ്റൻസ് നോക്ക്. അതിലെന്താ പറയുന്നത്? വസിഅ കുർസിയ്യുഹു സ്സമാവാതി വൽ അർള്. അള്ളാഹുവിൻ്റെ ത്രോൺ, കുർസി ചേർന്ന് പറയാം, അധികാരം, ത്രോൺ, അതെന്ത് ചെയ്യുന്നു? ആകാശഭൂമികളോളം വിശാലമാണ്. നിങ്ങൾ രണ്ടിലും നോക്കി നോക്ക്, സമാവാത്തും അർളും ഉണ്ട്. രണ്ടാമത്തേൽ പറയുന്നത് അള്ളാഹ് ഈസ് മാലിക്, അള്ളാഹ് ഈസ് മലിക്. അള്ളാഹു ആരാണ്? കിങ് ആണ്. ഫസ്റ്റ് പറഞ്ഞത് മാ എന്ന് പറയുമ്പോൾ മാഫി സമാവാതി മാഫിൽ അർള്, അള്ളാഹു എല്ലാ വസ്തുക്കളുടെയും ഓണറാണ്. അള്ളാഹ് മാലിക്കാണ്. 7-ാമത്തെ ആയത്തിൽ പറയുന്നത് എന്താ? അള്ളാഹ് മലിക്കാണ്, അള്ളാഹു കിങ് ആണ്, അല്ലേ? അപ്പോൾ ശരിക്കും രണ്ടും പരസ്പരം കണക്ട് ചെയ്യാൻ പറ്റുന്നതല്ലേ? പദങ്ങളിൽ ഒരു സിമിലാരിറ്റി ഉണ്ട്. ഇനി നോക്കാം, ഇനി 4-ാമത്തെ ആയത്ത് നോക്കാം. 4-ാമത്തെ ആയത്തിൽ എന്താ പറയുന്നത്? മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി. ആരാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ശഫാഅത്ത് നടത്തുക, ശുപാർശ നടത്തുക? ഇല്ലാ ബിഇദ്നിഹി, അള്ളാഹിൻ്റെ പെർമിഷൻ ഇല്ലാതെ. അപ്പോൾ അവിടെ നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ അടുക്കൽ ശഫാഅത്ത് നടത്തണമെങ്കിൽ അള്ളാഹു തീരുമാനിക്കണം. കംപ്ലീറ്റ് അതോറിറ്റി അള്ളാഹു ആണ്. അവിടെ പ്രത്യേകം ഒരു ഇല്ലാ ബിഇദ്നി, അള്ളാഹിൻ്റെ പെർമിഷൻ ഇല്ലാതെ, ഒരു എക്സെപ്ഷൻ പറഞ്ഞിരിക്കാട്ടോ, പെർമിഷൻ ഒക്കെ നടത്താൻ പറ്റൂ. ഇനി മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ 6-ാമത്തെ ആയത്ത് നോക്കുക. അവിടെയും ഒരു എക്സെപ്ഷനാണ് പറയുന്നത്. വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാ. അള്ളാഹുവിൻ്റെ ഇൽമെന്ന് വല്ലതും കിട്ടണമെങ്കിൽ ആര് വിചാരിക്കണം? അള്ളാഹു വിചാരിക്കണം. നോക്കണം കേട്ടോ, വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി. അപ്പോൾ ഈ ഇൽമിൻ്റെ കംപ്ലീറ്റ് അതോറിറ്റി ആർക്കാണ്? ഷഫാഅത്തിൻ്റെ അതോറിറ്റി പോലെ അള്ളാഹുവിനാണ്. എൻ്റെ അവിടെ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരു എക്സെപ്ഷൻ പറയാണ്, ഇല്ലാ ബിഇദ്നി, അള്ളാഹുവിൻ്റെ പെർമിഷൻ ഇല്ലാതെ. മുകളിൽ എന്താ പറഞ്ഞത്? 4-ാമത്തെ സെൻറ്റൻസിൽ എന്താ പറഞ്ഞത്? മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി, ഇല്ലാ ബിഇദ്നി രണ്ടിലും വന്നിരിക്കുക, അല്ലേ? രണ്ടും പരസ്പരം കണക്റ്റഡ് അല്ലേ? എന്ത് രസമാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ മിഡിൽ എന്താ പറയുന്നത്? യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും. അള്ളാഹുവിനറിയാം മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും, അവർക്ക് പുറകിലുള്ളതും മുമ്പിലുള്ളതും പുറകിലുള്ളതൊക്കെ ആർക്കറിയാം? അള്ളാഹുവിനറിയാം. മിഡിലായി അങ്ങനെ പറയുന്നത് കേട്ടോ. മുമ്പിലുള്ളതും പുറകിലുള്ളതും ആർക്കറിയാം? അള്ളാഹുവിനറിയാം. ശരിക്കും ഇതിൻ്റെ തഫ്സീറൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ കുറച്ചും കൂടി അതിൻ്റെ ഡെപ്ത് നമുക്ക് മനസ്സിലാവും. ഞാൻ ഇന്ന് ഫോക്കസ് ചെയ്തത് ജസ്റ്റ് അർത്ഥം പറഞ്ഞത് സ്ട്രക്ചറിലാണ് ഫോക്കസ് ചെയ്തത്, അല്ലേ? അപ്പോൾ നിങ്ങൾ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്ക്, ഇതിങ്ങനെ ഒരു സർക്കിളായി ഇങ്ങനെ വരച്ചു നോക്ക്, ശരിക്കും കണക്ട് ചെയ്ത് നമുക്ക് മനസ്സിലാവൂലേ, അല്ലേ? എത്ര ബ്യൂട്ടിഫുള്ളാണ്. നമ്മളൊക്കെ ഇത്രയും കാലം ആയത്തുൽ കുർസിയുടെ അർത്ഥം പഠിച്ചിട്ടുണ്ടാവും, അർത്ഥം തന്നെ ഭയങ്കര ഗാംഭീര്യമുണ്ട്. പക്ഷേ അതിൻ്റെ സ്ട്രക്ചർ പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് എന്ത് ചെയ്ത് സംവിധാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ ഖുർആനെ കുറിച്ച് മനസ്സിലാക്കേണ്ടതാ. ഖുർആൻ്റെ അർത്ഥവും ആശയവും അല്ലെങ്കിൽ ഖുർആനിലൂടെ ജീവിക്കലും മാത്രമല്ല, ഈ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വ തആല എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ട്രക്ചറിൽ ഉണ്ടാക്കിയത്. നമ്മൾ കുറച്ചും കൂടി അറബി ഭാഷയൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടി ക്ലിയർ ആവും. അപ്പോൾ നമ്മൾ ശരിക്കും മനസ്സിലാകുന്നത് ഇതൊരു ഡിവൈനിറ്റി ഉള്ള, ദൈവികമായിട്ടുള്ള ഒരു പുസ്തകമാണ്, അല്ലെങ്കിൽ ഗോഡ് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു പുസ്തകമാണ്, ഒരു ഹോളി ബുക്കാണ് ഖുർആൻ. നമുക്ക് കറക്റ്റ് ബോധ്യപ്പെടും. അതുകൊണ്ട് നമ്മൾ ഫാത്തിഹയും ഇതും കണക്ട് ചെയ്ത് പഠിക്കുക. ഫാത്തിഹ നമുക്ക് നോതാം. ഇത് ഓതുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. ഫാത്തിഹയുടെ ആ സെൻറ്റൻസുകൾ നമ്മൾ നോക്കണം. ബിസ്മി കഴിഞ്ഞിട്ട് 3 ആയ, അതെന്തിനെ കുറിച്ച് സംസാരിക്കുന്നത്? ടോക്കിംഗ് അബൌട്ട് അള്ളാഹ്. അതേപോലെ തന്നെ മിഡിൽ ആയ, പിന്നെന്ത് ചെയ്യുന്നു? അവസാനത്തെ 3 സെൻറ്റൻസുകൾ ഈസ് ടോക്കിംഗ് അബൌട്ട് അസ്, അവർ നീഡ്, അല്ലേ? വാട്ട് യു വാണ്ട് ഫ്രം അള്ളാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين صدق الله العلي العظيم. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ഏറ്റവും നന്നായി പഠിക്കാൻ, ഖുർആൻ്റെ ഈ മിറാക്കിൾസ് ഒക്കെ മനസ്സിലാക്കി അള്ളാഹുവിലേക്ക് അടുക്കാൻ നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.